മലയാള സിനിമാ ലോകത്തെ കാലാകാലങ്ങളായിട്ട് വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഒരു വിവാദം പോകുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2025 അങ്ങനെയുള്ള ഒരു വിവാദമൊന്നും മലയാള സിനിമയെ കാർന്നു തിന്നിട്ടില്ല എന്ന് വേണം ആശ്വസിക്കാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു ഉണ്ടായത്. കാരണം കഴിഞ്ഞ വർഷമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനെ തുടർന്നുള്ള പല വെളിപ്പെടുത്തലുകളും വാദങ്ങളും പ്രതിവാദങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളും ന്യൂസ് അവർ ചർച്ചകളും ഒക്കെ മലയാള സിനിമാ ലോകത്തെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് തൃശങ്കുവിലാക്കി എന്ന് വേണം പറയാൻ. എന്നാൽ 2025 ഒരു മലയാള സിനിമയെ പറ്റിയിട്ടാണ് ഒരുപാട് ഡിസ്കഷൻസ് നടന്നത്. 2025 ഒരു മലയാള സിനിമയെ പറ്റി പാർലമെൻറ്റിൽ തന്നെ വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയോക്തികരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്രയ്ക്ക് മലയാള സിനിമ ഒരുപാട് തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 2025 തുടങ്ങി അതിൻ്റെ ആദ്യ പാദം കഴിഞ്ഞ് നമ്മൾ 4-ാം മാസത്തിലാണ് നിൽക്കുന്നത്. അപ്പം 2025 ആദ്യ പാദത്തിൽ മലയാള സിനിമയിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടന്നിരിക്കുന്നത്, മലയാള സിനിമാ ലോകത്ത് എന്തെല്ലാം പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 2025 മലയാളികളെ ആകർഷിച്ച മലയാള സിനിമകൾ ഏതൊക്കെയാണ്, മലയാള സിനിമാ ലോകത്തിന് സാമ്പത്തിക വിജയം നേടിക്കൊടുത്ത സിനിമകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് പറയാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2025 റിലീസായിട്ടുള്ള മലയാള സിനിമകൾ മലയാള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, മലയാള സിനിമ എങ്ങനെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ 2025 മലയാളികളെ സ്വാധീനിച്ച ഏറ്റവും മികച്ച സിനിമകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ. നമ്പർ 5, ആലപ്പുഴ ജിംഖാന. വിഷുവിനോടനുബന്ധിച്ച് മമ്മൂട്ടി ചിത്രമായ ബസൂക്കയോടൊപ്പം റിലീസായ ഈ നസ്ലൻ ചിത്രം അപ്രതീക്ഷിതമായ വിജയമാണ് നേടിയിരിക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷനിൽ മമ്മൂട്ടി ചിത്രത്തെയും കടത്തിവെട്ടി ഹിറ്റായി മാറിയ ഈ ഖാലിദ് റഹ്മാൻ ചിത്രം ജെൻസി പ്രേക്ഷകരെയാണ് കൂടുതൽ ആകർഷിച്ചത്. യൂത്തിൻ്റെ പൾസറിഞ്ഞ് രചിക്കപ്പെട്ട തിരക്കഥയ്ക്ക് യുവപ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആഖ്യാന രീതി അവലംബിച്ച് സംവിധായകൻ കയ്യടി നേടി. നസ്ലിനോടൊപ്പം ലുക്മാൻ, ഗണപതി, സംഗീത് തുടങ്ങി നിരവധി യുവനടന്മാർ ഈ സിനിമയ്ക്ക് വേണ്ടി ഫിറ്റ്നസ്സും ഡയറ്റും ക്രമീകരിച്ച് ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ചിത്രത്തോട് നീതി പുലർത്തി. നമ്പർ 4, പൊന്മാൻ. GK ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ ജനുവരി 30-നായിരുന്നു റിലീസായത്. ഫഹദ് ഫാസിലിനെ നായകനാക്കി നിർമ്മിക്കാനൊരുങ്ങിയ ഈ ചിത്രത്തിൽ നിന്നും തിരക്ക് കാരണം ഫഹദ് ഫാസിൽ പിന്മാറിയപ്പോൾ നറുക്കു വീണത് ബേസിൽ ജോസഫിനായിരുന്നു. ഈ ചിത്രത്തിലെ നായക കഥാപാത്രമായ അജേഷിനെ ബേസിൽ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ ഈ ചിത്രത്തിൽ ലിജുമോൾ, സജിൻ ഗോപൻ, ആനന്ദ് മന്മഥൻ, ദീപക് പാറമ്പോൾ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 3 കോടി മുടക്കി നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 18.5 കോടിയാണ് നേടിയത്. നമ്പർ 3, ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൗരുഷ പ്രഭാവത്തോടെ മലയാളികൾ കണ്ട ഈ ചിത്രം ഫെബ്രുവരി 20-നാണ് റിലീസായത്. ലഹരി ഉപയോഗിക്കുന്ന ഏതാനും ജെൻസി ചെറുപ്പക്കാർ കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ആ വില്ലൻ സംഘത്തിനെതിരെ പടപൊരുതുന്ന പോലീസ് ഓഫീസറായി കുഞ്ചാക്കോ ബോബൻ ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രിയാമണിയാണ് നായിക. ജഗദീഷ്, റംസാൻ, വൈശാഖ് നായർ തുടങ്ങിയവരോടൊപ്പം ചില പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ സിനിമയിലെ വയലൻസും ലഹരി ഉപയോഗവും സ്ത്രീവിരുദ്ധതയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നെങ്കിലും ഈ ചിത്രം 50 കോടി ബോക്സ് ഓഫീസ് കളക്ഷനാണ് നേടിയത്. നമ്പർ 2, L2 എമ്പുരാൻ. മലയാള സിനിമയുടെ എക്കാലത്തെയുമുള്ള ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ പുതിയ റെക്കോർഡിട്ട എമ്പുരാൻ റിലീസിന് മുമ്പേ തന്നെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ, കൂടുതൽ അന്യഭാഷക്കാരും വിദേശികളും അഭിനയിച്ച സിനിമ, ഏറ്റവും അധികം പ്രീ റിലീസ് ബുക്കിംഗ് നടന്ന സിനിമ, ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടിയ സിനിമ തുടങ്ങിയ റെക്കോർഡുകൾക്കൊപ്പം
ഇപ്പോഴിതാ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നു ഈ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. മാർച്ച് 27 റിലീസായ ഈ ചിത്രം ഇതിനോടകം 350 കോടിയാണ് വേൾഡ് വൈഡായി നേടിയിരിക്കുന്നത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ തുടങ്ങി വമ്പൻ താരനിരയാണ് അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ ചില രംഗങ്ങൾ മൂലമുണ്ടായ വിവാദങ്ങൾക്കൊന്നും ഈ ചിത്രത്തിന്റെ സാമ്പത്തിക വിജയത്തെ തളർത്താനായില്ല. നമ്പർ 1 രേഖാചിത്രം. 2025 മലയാള സിനിമയ്ക്ക് നല്ലൊരു തുടക്കമിട്ട ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് രേഖാചിത്രം. മലയാള സിനിമയ്ക്ക് ഇതുവരെ പരിചിതമല്ലാത്ത പുതിയൊരു ജോണറിന് തന്നെ തുടക്കമിട്ട ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസായത് ജനുവരി 9-നാണ്. ആസിഫ് അലി അന്വേഷണ ഉദ്യോഗസ്ഥനായ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രേഖാചിത്രമാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ചിത്രം എന്ന് അറിയപ്പെടുന്നത്. രേഖ എന്ന മമ്മൂട്ടി ആരാധികയായ യുവതിയായ ടൈറ്റിൽ കഥാപാത്രമായി അനശ്വര രാജൻ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു. ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, സായ് കുമാർ, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി 80കളിലെ മമ്മൂട്ടി അതിഥി താരമായെത്തിയ ഈ സിനിമ കലാമൂല്യവും ജനപ്രിയതയും നേടി നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ പിടിച്ചുപറ്റി. 8 കോടിയോളം ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 58 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷനായി നേടിയത്. അപ്പോൾ ഇതൊക്കെയാണ് 2025 റിലീസായുള്ള ഏറ്റവും മികച്ച മലയാള സിനിമകൾ. മലയാളി പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടുള്ള ഈ സിനിമകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ മറ്റേതെങ്കിലും സിനിമകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്നായനെ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ പേര് നിങ്ങൾക്കിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.